Hello all, welcome to XandY Mission Olympiad. Olympiad പോലെയുള്ള ഹയർ ലെവൽ എക്സാംസിന് വേണ്ടി സ്കോളർഷിപ്പ് എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ബയോളജി പാർട്ടാണ് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഒരു ഒളിമ്പ്യാഡ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് ഇൻ എ ടിപ്പിക്കൽ ന്യൂറോൺ ഈസ്. ന്യൂറോണിലൂടെയുള്ള പിന്നെ ആ ഒരു ഇമ്പൾസിൻ്റെ ആ ഒരു ഡയറക്ഷൻ, അതിൽ ഏതാണ് ശരിയായ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്? ആക്സോൺ ടു ഡെൻഡ്രോൺ. ഓക്കെ, ആക്സണിൽ നിന്ന് ഡെൻഡ്രോണിലേക്ക് പോവുക, ഡെൻഡ്രോൺ ടു ആക്സൺ, ഡെൻഡ്രോണിൽ നിന്ന് ആക്സണിലേക്ക് പോവുക. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ബോത്ത് എ ആൻഡ് ബി ആർ റോങ്. ഏതാണ് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ആദ്യം ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്തേ അറിയേണ്ടതുള്ളൂ? ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് അറിയേണ്ടത്. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എങ്ങനെയാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കാറുള്ളത്? ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം മൊത്തത്തിൽ ഒരു ന്യൂക്ലിയസ്, സെൽ ബോഡി ഒക്കെ ഉണ്ടാവും അല്ലേ? ഇതാണ് മൊത്തത്തിലൊരു സെല്ല് എന്ന് പറഞ്ഞാൽ. ആ സെല്ലിൽ നിന്നുള്ള എക്സ്റ്റൻഷനാണ് പിന്നുള്ളത് അല്ലേ? ഇവിടെ കുറച്ച് ഡെൻഡ്രോണുകൾ ഉണ്ടാവും. ആ ഡെൻഡ്രോണിന് കുറച്ച് എന്തുണ്ടാവും? ഡെൻഡ്രൈറ്റുകൾ എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡെൻഡ്രൈറ്റുകൾ. എന്നിട്ടോ ഇവിടെ ഈ ഒരു ഫിലമെൻ്റ് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടാവും. ആ നീണ്ടുപോയ ഫിലമെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്? ആക്സൺ എന്ന് പറയുന്നത്. ആ ആക്സണിനും എന്തുണ്ടാവും? പലതരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ ആക്സണൈറ്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ടിപ്പിൽ എന്തുണ്ടാവും? അതിൻ്റെ ടിപ്പിൽ സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞിട്ടൊരു നോബും ഉണ്ടാവും. ഇതാണ് ഒരു പിന്നെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇതാണ് ഇവിടെ നിന്നാണ് തുടക്കം അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് പിന്നെ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ പിന്നെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എന്താണ് ഡയറക്ഷൻ ഓഫ് മെസ്സേജ് ട്രാവലിംഗ് എന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റ്, പിന്നെ ഡെൻഡ്രോൺ, സെൽ ബോഡി അല്ലെങ്കിൽ ഈ ഒരു സോമ, അതിനുശേഷം പിന്നെ ആക്സൺ, അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആക്സണൈറ്റുകൾ, പിന്നെ അതിൻ്റെ ടെർമിനൽസ് അഥവാ പിന്നെ സിനാപ്റ്റിക് നോബ്. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ആദ്യം ഡെൻഡ്രോൺ ആണ് അല്ലേ? ആദ്യം കൊടുത്തിട്ട് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോണിൽ നിന്ന് ആക്സോണിലേക്ക്, ഡെൻഡ്രോണിൽ നിന്ന് ആക്സണിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡെൻഡ്രോൺ ടു ആക്സൺ. ഡെൻഡ്രോണിൽ നിന്ന് ആക്സണിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി ഇൻ കേസ് ചോദിക്കാനുള്ള സാധ്യത വേറൊരു ചോദ്യം. ഇത് ഒറ്റ ഒരു ന്യൂറോണിൽ ആദ്യം ഏത് പിന്നെ ഏത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ട് ന്യൂറോണുകൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. രണ്ട് ന്യൂറോൺ, ആ ന്യൂറോൺ നമ്പർ 1 നിന്ന് ന്യൂറോൺ നമ്പർ 2 പോകാൻ, ഇതിൽ എവിടേക്കായിരിക്കും ഈ ഒരു പിന്നെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ്? ആക്സണൈറ്റിൻ്റെ ടിപ്പുകളിൽ നിന്നുള്ള സിനാപ്റ്റിക് നോബ് അല്ലേ? ആ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. അത് പിന്നെ ക്യാച്ച് ചെയ്യുന്നത് എവിടുന്നാണ്? ഡെൻഡ്രൈറ്റുകളാണ്. അടുത്ത ന്യൂറോൺ നമ്പർ 2 ഡെൻഡ്രൈറ്റുകളാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ആക്സണൈറ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഡെൻഡ്രൈറ്റുകളിലേക്കാണ്. ആക്സണൈറ്റ് ടു ഡെൻഡ്രൈറ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ടിപ്പ് ടു അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് ടു ഡെൻഡ്രൈറ്റ് ആണ് അവിടെയുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ രണ്ട് ന്യൂറോണുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ഒറ്റ ന്യൂറോണിലൂടെയുള്ള ട്രാൻസ്മിഷനാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയുമാണ്. അപ്പോൾ ഇത് മാറിപ്പോകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ഒരു സ്ട്രക്ചർ അറിയാമെങ്കിൽ തന്നെ ഒരു ന്യൂറോണിൻ്റെ ഉള്ളിലൂടെയുള്ള ട്രാൻസ്പോർട്ട് നമുക്ക് മനസ്സിലാവും. അത് രണ്ടെണ്ണം ഉണ്ടെങ്കിലുള്ള കാര്യം ആ രൂപത്തിലും കൂടി നമ്മൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ അറിയാം, എന്നിട്ടൊരു കോമൺ സെൻസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ആ രൂപത്തിൽ എന്ത് ചെയ്യുക? കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.